കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. നമ്മൾ 24 ചെയ്തു. അതിൽ യാ ദേവി സർവഭൂതേഷു ധൃതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് സിദ്ധിരൂപേണ എന്നാണ്. ഈ എന്താണ് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളിൽ അനവധി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ സാധാരണ ഈ മഹാത്മ്യത്തിൽ പറയണേക്കാളും അനവധി ഉണ്ട്. അതായത് പിന്നെന്താണ് എത്ര 21 യാദേവി സർവഭൂതേഷു ഉണ്ട്. നമ്മളെ സാധാരണയിൽ അതില്ല കേട്ടോ. അതായത് വിഷ്ണുമായ, ചേതന, ബുദ്ധി, നിദ്ര, ക്ഷുധ, ഛായ, ശക്തി, തൃഷ്ണ, ക്ഷാന്തി, ജാതി, ലജ്ജ, ശാന്തി, ശ്രദ്ധ, കാന്തി, ലക്ഷ്മി, വൃത്തി, സ്മൃതി, ദയ, തുഷ്ടി, മാത, ഭ്രാന്തി, ഇതൊക്കെ ഉണ്ട്. ധൃതി ഇല്ലേനും. അപ്പോൾ ഞാനത് ഫോളോ ചെയ്യില്ല. ഞാനിപ്പോൾ ഇതിലുള്ള തന്നെ 700 ശ്ലോകം ആവണം. ഇതിലുള്ള തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പലതിലും വേറെയും കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിദ്രാരൂപേണ സംസ്ഥിത, പിന്നെ ക്ഷാന്തി രൂപേണ സംസ്ഥിത, ദയാരൂപേണ, അങ്ങനെ പലതും ഉണ്ട്. ഇപ്പോൾ ഇതിലുള്ളത് മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. ഒക്കെ 25 വായിക്കാം. ഇനി യാ ദേവി സർവഭൂതേഷു സിദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇതിലിപ്പോൾ സിദ്ധി ആണ് പറയുന്നത്. അതായത് സമസ്ത ജീവികളിലും ആരാണ്? സർവഭൂതേഷു യാ ദേവി, ഏത് ദേവിയാണ്? എല്ലാ ഭൂതങ്ങളിലും സിദ്ധിരൂപേണ സംസ്ഥിത, സിദ്ധിരൂപത്തിൽ സിദ്ധിരൂപിണിയായിട്ട് വാഴുന്നത് ആ ദേവിക്ക് നമസ്കാരം. പിന്നെ എന്താ, സിദ്ധി 3 പ്രകാരം ഉണ്ട് കേട്ടോ. 3 തരത്തിലുണ്ട്. എന്താ പറയുക, ഒന്ന് ഈ പുനരാവർത്തിരഹിതമായ മോക്ഷം സിദ്ധിക്കലാണ് ഒരു സിദ്ധി. അതാണ് ഏറ്റവും സാത്വികമായിട്ടുള്ള സിദ്ധി. പുനരാവർത്തിരഹിതമായ മോക്ഷം, അതാണ് ശരിക്കുള്ള മോക്ഷം. ഇനി ഒരിക്കലും തിരിച്ച് ഈ പുനരഭിജനനം മരണം വേണ്ടാത്ത അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ അതായത് പരമാത്മാവായിട്ട് ഐക്യം പ്രാപിക്കുന്നത് തന്നെയാണ് ശരിക്കും സാത്വിക സിദ്ധി. ആ മോക്ഷസിദ്ധിയാണ് സാത്വിക സിദ്ധി. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഈ സ്വർഗത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ബ്രഹ്മാവ് വരെയുള്ള ദേവന്മാരുടെയൊക്കെ ആ പദം, ആ ഒരു പദപ്രാപ്തി, ഇപ്പോൾ ബ്രഹ്മപദപ്രാപ്തിയോ അല്ലെങ്കിൽ ദേവന്മാരുടെ ദേവേന്ദ്രൻ്റെ പദപ്രാപ്തിയോ അങ്ങനെയൊക്കെ ലഭിക്കുന്നതാണ്. അതിന് തൊട്ട് താഴെയാണല്ലോ, മോക്ഷത്തിന് താഴെയാണല്ലോ. അങ്ങനെയുള്ള പ്രാപ്തി സിദ്ധിക്കുന്നതാണ് ഏത്? രാജസ സിദ്ധി. പിന്നെ എന്താണ് അങ്ങനെയുള്ള അപ്പോൾ ആദ്യത്തേൽ സാത്വിക സിദ്ധി രൂപിണിക്ക് നമസ്കാരം. അതായത് മോക്ഷം കിട്ടുന്നവരുടെ ഉള്ളിലുള്ള സാത്വിക സിദ്ധി സ്വരൂപിണിക്ക് നമസ്കാരം. പിന്നെ ബ്രഹ്മപദമൊക്കെ കിട്ടുന്നവരുടെ ഉള്ളിലുള്ള രാജസ സിദ്ധി സ്വരൂപിണിക്ക് നമസ്കാരം. പിന്നെ താമസം എന്താ വെച്ചാൽ എന്താണ്, അതായത് പിന്നെ ഭൂതപ്രേത പിശാചുക്കളായിത്തീരുന്ന ആ അവസ്ഥയാണ്, ആ സിദ്ധിക്കാണ്. ഭൂതപ്രേത പിശാചുക്കളായി തീരുന്ന സിദ്ധിക്കാണ് താമസിക സിദ്ധി എന്ന് പറയുന്നത് കേട്ടോ. താമസ സിദ്ധി അതാണ്. അപ്പം അങ്ങനെയുള്ള ഭൂതപ്രേത പിശാചങ്ങളുടെ ഉള്ളിലുള്ള താമസ സിദ്ധിക്കും സിദ്ധിരൂപിണിക്കും നമസ്കാരം. എല്ലാം ഭഗവതിയാണല്ലോ. അപ്പോൾ സാത്വികമായിട്ടുള്ളതും രാജസായിട്ടുള്ളതും താമസമായിട്ടുള്ളതും ഒക്കെ ഭഗവതിയുടെ വിവിധ രൂപങ്ങൾ തന്നെയാണല്ലോ. ഭഗവതി അല്ലാണ്ട് ഇവിടെ ഒന്നും രണ്ടാമതൊന്നും ഇല്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ അതാണ് പിന്നെ സിദ്ധി 3 പ്രകാരം എന്ന് പറഞ്ഞത്. ഒന്ന് മോക്ഷം സാത്വിക സിദ്ധി, രണ്ടാമത് ബ്രഹ്മപദോ ദേവേന്ദ്രപദോ ഒക്കെ കിട്ടുന്നത് രാജസ സിദ്ധി, മൂന്നാമത്തെ പൈശാചികമായിട്ടുള്ള രൂപങ്ങളും അതൊക്കെ ആവണത് ഭൂതപ്രേത പിശാചുക്കളായിട്ട് തീരണ സിദ്ധി താമസ സിദ്ധി. അപ്പം ഈ എല്ലാവരിലുമുള്ള ആ പിന്നെ സാത്വിക സിദ്ധി സ്വരൂപിണിക്കും താമസ സിദ്ധി സ്വരൂപിണിക്കും പിന്നെ രാജസ സിദ്ധി സ്വരൂപിണിക്കും നമസ്കാരം. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ഗുണങ്ങൾക്കും അതീതയായ മൂലപ്രകൃതിക്ക് നമസ്കാരം, ചിദ്രൂപിണിക്ക് നമസ്കാരം.
യാ ദേവീ സർവഭൂതേഷു സിദ്ധിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലും ദയാരൂപിണിയായിട്ട് ഏത് ദേവിയാണ് ഇരിക്കണ ആ ദേവിക്ക് നമസ്കാരം. ഇനി ദയ 3 വിധം ഉണ്ടെന്ന് പറയുകയാണ്. എന്താ വെച്ചാൽ നല്ല ആൾക്കാർക്ക് എന്തെങ്കിലും ആപത്ത് പെടുമ്പോൾ അവരോട് തോന്നുന്ന ദയയാണത്രേ സാത്വിക ദയ. വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ദുഃഖങ്ങളൊക്കെ ആപത്തുകളൊക്കെ വരുമല്ലോ. വളരെ സജ്ജനങ്ങളായിട്ടുള്ളവർക്ക് ആപത്ത് വരുമ്പോൾ നമുക്ക് തോന്നുന്ന ദയ സാത്വിക ദയ. പിന്നെ നല്ല പൈസക്കാരോടൊക്കെ അവർക്ക് ആപത്ത് വരുമ്പോൾ തോന്നണ ദയ, ധനികന്മാരോടും പവർ ഉള്ളവരോടുമൊക്കെ അവർക്ക് വളരെ പവർഫുള്ളും ഭയങ്കര റിച്ചും ആയിട്ടുള്ള ആൾക്കാർക്ക് ആപത്ത് വരുമ്പോഴും നമുക്ക് ദയ തോന്നൂലോ. അങ്ങനെയുള്ള ദയയാണത്രേ രാജസദയ. പിന്നെ ദുഷ്ടന്മാർക്ക് കഷ്ടപ്പാട് വരുമ്പോഴും നമുക്ക് പാവം തോന്നൂലോ. ആരുടെയും കുറ്റമല്ലല്ലോ, അത് താമസദയാണ് എന്നാണ് പറയണത്. ദുഷ്ടന്മാർക്ക് കഷ്ടപ്പാട് വരുമ്പോൾ അവരോട് തോന്നുന്ന ദയ പിന്നെ ആണത്രേ താമസദയ. ഞാൻ ശരിക്കും അങ്ങനെയല്ല വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതിലങ്ങനെയാണ് കാണുന്നത്. ഞാൻ ദയ 3 തരം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ നല്ല ആൾക്കാരുടെ ഉള്ളിലുണ്ടാകുന്ന ദയാസ്വരൂപിണി, സാത്വികന്മാരുടെ ഉള്ളിൽ ദയ ഉണ്ടാവുമല്ലോ എപ്പോഴും, എല്ലാവരോടും തന്നെ ഉണ്ടാവും അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാത്വികന്മാരുടെ ഉള്ളിലത്തെ ദയാസ്വരൂപിണി, സാത്വിക ദയാസ്വരൂപിണി, രാജസന്മാരുടെ വലിയ സുഖലോലുപന്മാരുടെ ഉള്ളിലുണ്ടാവും, അവർക്കും ദയ ഉണ്ടാവും, അവരുടെ ഉള്ളിലുള്ള ദയാസ്വരൂപിണി രാജസം. പിന്നെ ദുഷ്ടന്മാരുടെ ഉള്ളിലും വല്ലപ്പോഴും ഒരു ദയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ദയാസ്വരൂപിണി. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിലങ്ങനെയല്ല പറയണത്. സജ്ജനങ്ങളോട് തോന്നുന്ന ദയ സാത്വികതയും, ധനികന്മാരോടും അധികാരികളോടും തോന്നുന്ന ദയ രാജസതയും, ദുഷ്ടന്മാരോട് തോന്നുന്ന ദയ താമസദയ എന്നാണ് പറയുന്നത്. എന്തായാലും അപ്പം അതിനാണ് ആദ്യത്തെ 3 നമസ്തസ്യൈ 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 3 ദയാസ്വരൂപിണിമാർക്ക്. പിന്നെ എല്ലാറ്റിനും അതീതമായിട്ടുള്ള മൂലപ്രകൃതിക്ക്, പിന്നെ ആ പരബ്രഹ്മം തന്നെയായിട്ട്, അതായത് എല്ലാ ഗുണങ്ങൾക്കും അതീതമായതും ചിദ്രൂപിണിയും, അതായത് ആ പരബ്രഹ്മം തന്നെയായ ദേവിക്ക് നമസ്കാരം. നമ്മൾ എല്ലാറ്റിലും ഒന്ന് തന്നെയാണല്ലോ. അപ്പം 3 കാര്യങ്ങൾ പറയേ വേണ്ടൂ. യാ ദേവീ സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവീ സർവഭൂതേഷു മേധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. എല്ലാ ഭൂതങ്ങളിലും മേധാരൂപിണിയായിരിക്കും ദേവിക്ക് നമസ്കാരം. മേധയും 3 തരമുണ്ട്. എന്താ വെച്ചാൽ ഒന്ന് ഈ ഉപനിഷദ് വാക്യങ്ങളും പിന്നെ എന്താ പറയുക തത്വങ്ങൾ, അതായത് ഈ പിന്നെ എന്താ പറയുക ബ്രഹ്മാത്മൈക്യ ആത്മാവും ബ്രഹ്മാവും ഐക്യം പ്രാപിക്കുന്നതിനെ പറ്റിയുള്ള തത്വങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഉപനിഷത്തുകളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി, അതായത് അതൊക്കെ വായിച്ച് ഉൾക്കൊള്ളാനുള്ള ബുദ്ധി. അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഉപദേശം, ഇപ്പോൾ മഹാവാക്യങ്ങളൊക്കെ ഒരു ഗുരു ഉപദേശിച്ചാൽ അതൊക്കെ നല്ലോണം മനസ്സിലായി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുക, അല്ലെങ്കിൽ അത് അങ്ങനെ പിന്നെന്താണ് ജ്ഞാനം ഉദിക്കുകയും ചെയ്യാൻ തക്കവണ്ണം ബുദ്ധിയുള്ളവരെ, അതൊരു ബുദ്ധി, അതാണ് സാത്വിക ബുദ്ധി. പിന്നെ എന്താ വെച്ചാൽ ഈ അതായത് ധർമ്മഗ്രന്ഥങ്ങളൊക്കെ, ഇപ്പോൾ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, അതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് രാജസബുദ്ധി. പിന്നെ നമ്മൾ സാധാരണ പഠിക്കണ ഈ ജീവിതത്തിലത്തെ, അതായത് നമ്മളെ ശരീരപോഷണത്തിനും ജീവിത സുഖങ്ങൾക്കും വേണ്ടി പഠിക്കുന്ന എല്ലാ പിന്നെ ബുദ്ധിയും, അത് പഠിക്കാൻ വേണ്ട ബുദ്ധിയാണത്രേ താമസ ബുദ്ധി. അങ്ങനെ 3 ബുദ്ധിയല്ല, മേധ എന്നാണ് അതിന് പറഞ്ഞത്. ബുദ്ധി തന്നെയാണ് മേധ എന്ന് പറയണത്. മേധയിൽ തന്നെ 3 തരം ഉണ്ടെന്നാണ് പറയണത്. അതായത് അപ്പം ബുദ്ധിയായിട്ടാണ് ഇവിടെ ഏകദേശം പറയണത് കേട്ടോ. ബുദ്ധി പോലെ തന്നെ പറയണത്. ശരിക്കും മേധ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ 3ആയിട്ട് പറയണില്ലെങ്കിൽ എങ്ങനെ പറയുക വെച്ചാൽ ഈ ഉപനിഷത്ത് തത്വങ്ങളൊക്കെ മനസ്സിലാക്കാനും ബ്രഹ്മാത്മൈക്യത്തിന് വേണ്ട അറിവ്, അതായത് പരാവിദ്യ,
ബുദ്ധിക്കാണ് ശരിക്കും മേധ എന്ന് പറയുക. പരാവിദ്യ മനസ്സിലാക്കാനും പിന്നെ എന്താണ് ബ്രഹ്മാത്മൈക്യം, അതായത് ഭഗവാനായിട്ട് താതാത്മ്യം പ്രാപിക്കാനും ആഗ്രഹമുള്ളതും അത് മനസ്സിലാവണതും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ബുദ്ധിക്കാണ് സ്വതേ മേധ എന്ന് പറയുക. പക്ഷെ ഇവിടെ ഇപ്പം 3 തരട്ടെ പറഞ്ഞപ്പോൾ ആ ഉപനിഷത്ത് വാക്യങ്ങളും അല്ലെങ്കിൽ ഗുരുവോ ആരാ പറയണമെന്ന് വെച്ചാൽ ആ മഹാവാക്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ബുദ്ധി, സാത്വിക ബുദ്ധി. പിന്നെ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതൊക്കെ മനസ്സിലാക്കി നമ്മൾ പിന്നെ എന്താണ് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അത് രാജസബുദ്ധി. പിന്നെ നമുക്ക് നിത്യജീവിതത്തിലേക്ക് വേണ്ട, ഭൗതിക ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിക്കാനുള്ള ബുദ്ധി വേറൊരു ബുദ്ധി, അതായത് സയൻസ്, ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, അതൊക്കെ ഇപ്പോൾ ഈ താമസ ബുദ്ധിയിൽ വരും ഇതിൽ പറയണ പ്രകാരം. എന്തായാലും അതാണ് 3 നമസ്തസ്യൈ. അതായത് സാത്വിക മേധാരൂപിണിക്ക് നമസ്കാരം, രാജസ മേധാരൂപിണിക്ക് നമസ്കാരം, താമസ മേധാരൂപിണിക്ക് നമസ്കാരം, പിന്നെ പിന്നെ ഗുണങ്ങൾ സമനിലയിലായിട്ടുള്ള മൂലപ്രകൃതിക്ക് നമസ്കാരം, പിന്നെ ഗുണാതീതയായ ചിദ്രൂപിണിക്ക് നമസ്കാരം. അതെല്ലാറ്റിലും ഒന്നാണ്. മൂലപ്രകൃതി എല്ലാ ഗുണങ്ങളും സമമായിരിക്കുന്ന അവസ്ഥയാണല്ലോ. ചിദ്രൂപിണി പറഞ്ഞാൽ ഗുണാതീതം, ഗുണങ്ങൾക്ക് ബിയോണ്ട് ഗുണ, അതെല്ലാറ്റിലും ഒന്ന് തന്നെ. അപ്പോൾ യാ ദേവി സർവഭൂതേഷു മേധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമോ നമഃ. ഇനി യാദേവി സർവഭൂതേഷു കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഫോളോ ചെയ്യണം ഈ ബുക്ക് അനുസരിച്ചിട്ട്. ഇനി നെക്സ്റ്റ് പിന്നെ വേറെ പലതിലും ഞാൻ പറഞ്ഞില്ലേ കുറേ 21 പലതിലും, അത് ഞാൻ ചെയ്യുന്നില്ല. ഇന്ദ്രിയാണാമധിഷ്ഠാത്രീ ഭൂതാനാം ചാഖിലേഷു യാ ഭൂതേഷു സതതം തസ്യൈ വ്യാപ്ത്യൈ ദേവ്യൈ നമോ നമഃ. അതോ എന്താ അറിയോ, യാ അഖിലേഷു ഭൂതേഷു, ഏതൊരു ദേവിയാണോ, എല്ലാ ഭൂതങ്ങളിലും, അതായത് പഞ്ചഭൂതങ്ങളിൽ, അതാണ് ഇപ്പോൾ ഇവിടെ എല്ലാ ഭൂതങ്ങളിലും എന്ന് പറഞ്ഞത്. അതായത് എന്തൊക്കെ പഞ്ചഭൂതങ്ങൾ നമുക്കറിയാലോ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അല്ലേ? അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. യാ അഖിലേഷു ഭൂതേഷു, ഏതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും, അതായത് ആകാശാദി മഹാഭൂതങ്ങളിലും, പിന്നെയോ പിന്നെ ഭൂതാനാം ച അഖിലേഷു, അതെ, പിന്നെയോ ഭൂതാനാം ഇന്ദ്രിയാണാം ച അധിഷ്ഠാത്രി, സൂക്ഷ്മഭൂതങ്ങൾക്ക്, അതായത് ഈ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ, അതിലും, പിന്നെയോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ആധാരമായിരിക്കുന്നത്, എല്ലാ പഞ്ചഭൂതങ്ങൾക്കും പഞ്ചതന്മാത്രകൾക്കും നമ്മുടെ 10 ഇന്ദ്രിയങ്ങൾക്കും എല്ലാം ആധാരം ആയിട്ടുള്ളത് ആരാ? ദേവി. അഖിലേഷു ഭൂതേഷു വ്യാപ്തൈ, അത് മാത്രമല്ല ഈ പഞ്ചഭൂതങ്ങൾക്കും പിന്നെ തന്മാത്രകൾക്കും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മനസ്സടക്കമുള്ള എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആധാരമായിട്ടുള്ള ദേവി മാത്രമല്ല, അഖിലേഷു ഭൂതേഷു വ്യാപ്തൈ, എല്ലാ ഭൂതങ്ങളിലും അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് ദേവ്യൈ സതതം നമഃ എന്നാണ്. ആ ദേവിയെ ഞാൻ എപ്പോഴും നമിക്കുന്നു എന്നാണ്. അതായത് എന്താ ഇപ്പം ഇതിൽ എന്താ വെച്ചാൽ സർവാന്തര്യാമിയും സർവവ്യാപിയും ആയിട്ടുള്ള ആ ദേവിക്ക് നമസ്കാരം, അല്ലേ? എല്ലാവരുടെ അന്തര്യാമിയാണ്. എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ പിന്നെ കൺട്രോൾ ചെയ്യണതാണ്, അല്ലേ? പിന്നെ പഞ്ചഭൂതങ്ങളെയും പഞ്ചതന്മാത്രകളെയും എല്ലാം, അതിൻ്റെയൊക്കെ അധിഷ്ഠാന കാരണം ദേവിയാണ്, അല്ലേ? ദേവിയുടെയാണ് ഈ ത്രിഗുണങ്ങൾ, ദേവിയുടെയാണ് അതുകൊണ്ടാണ് ദേവിക്ക് ത്രിഗുണാത്മിക എന്ന് പേര്. ദേവിയുടെയാണ് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും, അത് മായയിലത്തെയാണ്, വിഷ്ണു മായയിലത്തെയാണ്. ആ ഗുണങ്ങളിൽ നിന്നാണ് പിന്നെ ഈ ലോകം മുഴുവൻ ഉണ്ടായതല്ലേ. ആ ഗുണങ്ങൾ സമനിലയിലാവുമ്പോൾ മൂലപ്രകൃതിയായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞില്ല, അതാണല്ലോ 4ാമത്തെ നമ. അത് കഴിഞ്ഞ് സമനില നഷ്ടപ്പെട്ടപ്പോൾ മഹത്തത്വം ഉണ്ടായി, പിന്നെ അഹങ്കാരം ഉണ്ടായി, സാത്വിക അഹങ്കാരവും രാജസാഹങ്കാരവും താമസാഹങ്കാരവും ഉണ്ടായി,
സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് എല്ലാ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണം ഉണ്ടായി. രാജസാഹങ്കാരത്തിൽ നിന്ന് നമ്മുടെ 10 ഇന്ദ്രിയങ്ങളുണ്ടായി. പിന്നെ താമസാഹങ്കാരത്തിൽ നിന്നാണ് ഈ തന്മാത്രകൾ ആദ്യം ശബ്ദം ഉണ്ടായി. അങ്ങനെയാണല്ലോ, ശബ്ദ സ്പർശ പിന്നെ രൂപരസ ഗന്ധം, ആ തന്മാത്രകൾ, പിന്നെ പഞ്ചഭൂതങ്ങൾ എല്ലാം. അതുകൊണ്ടാണ് എല്ലാറ്റിനെയും കാരണമെന്ന് പറഞ്ഞത്, ആധാരമാണെന്ന് പറഞ്ഞത്. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെയും പഞ്ചതന്മാത്രകളുടെയും നമ്മുടെ പിന്നെ എന്താണ് ഇന്ദ്രിയങ്ങളുടെയും എല്ലാറ്റിൻ്റെയും കാരണമായിട്ടുള്ള ദേവിക്ക്, ആ ദേവി എങ്ങനെയുള്ളതാ? എല്ലാവരുടെ ഉള്ളിലും പുറത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കണതുമാണ്. അങ്ങനത്തെ സർവഭൂതങ്ങളിലും വ്യാപിച്ച്, അകത്തും പുറത്തും വ്യാപിച്ച് വാഴുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അതായത് ദേവി മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ദ്രിയാണാം അധിഷ്ഠാത്രി ഭൂതാനാം ചാഖിലേഷു യാ ഭൂതേഷു സതതം തസ്യൈ വ്യാപ്തിയൈ. അതാണ് പിന്നെ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കണ ദേവി. വ്യാപ്തിയൈ ദേവ്യൈ നമോ നമ. അതന്നെ സെയിം തിങ്, ഓൾ പെർവൈഡിങ് ആണ്, എല്ലാ ദിക്കിലുണ്ട്. ഇനി ചിതിരൂപേണ യാ കൃഷ്ണമേതദ്വാപ്യസ്ഥിതാ ജഗൽ നമസ്തസ്യൈ 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 നമോ നമ. അതായത് ഏതൊരു ദേവിയാണോ ഈ സമസ്ത ജഗത്തും വ്യാപിച്ചിരിക്കുന്നത്, തസ്യൈ നമ തസ്യൈ നമ തസ്യൈ നമ. അതാണ് പറഞ്ഞത്. അതായത് ഈ ലോകം മുഴുവൻ ഒന്നുകിൽ സാത്വിക സ്വരൂപിണിയായിട്ട്, അല്ലെങ്കിൽ രാജസ സ്വരൂപിണിയായിട്ട്, അല്ലെങ്കിൽ താമസ സ്വരൂപിണിയായിട്ട് ഈ ലോകം, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ അത് ഈക്വലായിട്ട് നിൽക്കണത്, അല്ലെങ്കിൽ എല്ലാ ഗുണങ്ങൾക്ക് അതീതമായിട്ട് ഈ 5 രൂപത്തിൽ ഈ ലോകം മുഴുവൻ നിൽക്കുന്ന ആ ദേവിക്ക് നമസ്കാരം. ഈ ദേവിക്കും അങ്ങനെയാണ് 5 രൂപയേ ഉള്ളൂ. എന്താ 5 രൂപം ദേവിക്ക്? നമ്മളിപ്പോൾ എല്ലാം നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറഞ്ഞില്ലേ 5. അതായത് ഏത് ദേവിയാണോ ബ്രഹ്മസ്വരൂപിയായിട്ട്, അതായത് രണ്ടാമതൊന്നില്ലാത്ത ആ പരബ്രഹ്മസ്വരൂപിയായിട്ട് ഏത് ദേവിയാണോ പരബ്രഹ്മസ്വരൂപിയായിട്ട്, ഒന്നുകിൽ സാത്വിക സ്വരൂപിണിയായിട്ട്, അല്ലെങ്കിൽ രാജസ സ്വരൂപിണിയായിട്ട്, അല്ലെങ്കിൽ താമസ സ്വരൂപിണിയായിട്ട്, അല്ലെങ്കിൽ 3 ഗുണങ്ങളും സമമായിട്ടുള്ള സ്വരൂപിണിയായിട്ട്, അല്ലെങ്കിൽ ഗുണാതീത സ്വരൂപിണി ബ്രഹ്മസ്വരൂപിണിയായിട്ട് ഏത് ദേവിയാണോ എപ്പോഴും എല്ലാ ദിക്കിലുള്ളത്, ആ ദേവിക്ക് നമസ്കാരം. വളരെ നല്ല അർത്ഥമാണ് അല്ലേ ശരിക്കും? അതായത് ബ്രഹ്മസ്വരൂപമാണ്, ഈ സമസ്ത ജഗത്തും ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മസ്വരൂപേണ വ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലാണ് സാത്വിക രൂപവും രാജസ്വരൂപവും താമസരൂപവും ഒക്കെ. പിന്നെ ബ്രഹ്മം മൂലപ്രകൃതിയാണ്, കാരണം സമാവസ്ഥയിൽ നിൽക്കുന്നതുമാണ്. പിന്നെയോ ഈ ഗുണങ്ങൾക്ക് അതീതാണേനും പരബ്രഹ്മം അല്ലേ? അപ്പോൾ എല്ലാം ഭഗവതിയാണെന്ന് ചുരുക്കം. ചിതിരൂപേണ യാ കൃഷ്ണമേതദ്വാപ്യ സ്ഥിതാ ജഗൽ നമസ്തസ്യൈ 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 നമോ നമ. ഇനി യാ സംസ്തുത പൂർവമഭീഷ്ടസംശയാൽ തഥാ സൂര്യേന്ദ്രിയാജ്ഞനിലേന്ദുവേധസൈ കരോതു സാന ശുഭഹേതുരീശ്വരീ ശുഭാനി ഭദ്രാണ്യഭിഹന്തു ചാപദ. അതായത് പിന്നെ യാ പൂർവം, അതായത് പണ്ട്, ഇതിനും പണ്ടെന്നർത്ഥം, പൂർവം എന്ന് പറഞ്ഞാൽ പണ്ട്, അഭീഷ്ട സംശയാത്, അതായത് അഭീഷ്ടം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, അതായത് എന്താ ഇപ്പോൾ പിന്നെ ദേവന്മാരുടെ ആഗ്രഹം എന്തായിരുന്നു? ത്രൈലോക്യാധിപത്യം തന്നെയാണ് ആഗ്രഹം അല്ലേ? അപ്പോൾ ത്രൈലോക്യാധിപത്യം എന്നതാണ് അവരുടെ അഭീഷ്ട വരം, അതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ആരാണ് പണ്ട് ഈ ത്രൈലോക്യാധിപത്യം പിന്നെ ആഗ്രഹിച്ച് പിന്നെ ഇന്ദ്രനും അഗ്നിയും വായുവും ചന്ദ്രനും ബ്രഹ്മാവും ഇവരെല്ലാവരും കൂടി ദേവിയെ സ്തുതിച്ചു. അതാണ്
ഇതിൽ പറഞ്ഞതേ. യാ പൂർവം അഭീഷ്ട സംശയ സൂര്യേന്ദ്രിയ അനിലേന്ദുവേദസൈഹി തഥാ സംസ്തുത. അതായത് സ്വന്തം, അതായത് ത്രൈലോക്യാധിപത്യം എന്ന ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനും അഗ്നിയും വായുവും പിന്നെ ചന്ദ്രനും ബ്രഹ്മാവ് എന്നിവരാൽ പണ്ട് വേണ്ട പോലെ സംസ്തുത പറഞ്ഞു അല്ലേ. സംസ്തുത ചെന്നാൽ വേണ്ട പോലെ സ്തുതിക്കപ്പെട്ട സ നഹ ഭദ്രാണി ശുഭാനി കരതു. ഏത് ദേവിയെ ആണോ പണ്ട് അഭീഷ്ടം സാധിക്കാനായിട്ട് ഇന്ദ്രനും അഗ്നിയും വായുവും ചന്ദ്രനും ബ്രഹ്മാവും സ്തുതിച്ചത്, ആ ദേവി ഞങ്ങൾക്ക് ഭദ്രാണി ശുഭാനി കരോതു, എല്ലാ ശുഭങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെയോ ആപദഹ, എല്ലാ ശുഭങ്ങളും മംഗളങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമല്ല, ആപദഹ അഭിഹന്തുച്ച, ഇപ്പം ഞങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ആപത്തുകളെയും അകറ്റുകയും ചെയ്യട്ടെ. ഇനി മേലിലും മംഗളം വരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇപ്പം ഞങ്ങൾക്ക് വന്നിട്ടുള്ള ആപത്തുകളെ അകറ്റാനും ഭഗവതരെ അനുഗ്രഹം വേണം. ഈശ്വരി എന്ന് വിളിക്കുകയാണ്. അതായത് എല്ലാവരുടെയും കാര്യം, ഈശ്വരി പറഞ്ഞാൽ എന്താ, എല്ലാവരുടെയും ഈശ്വരനാണ് അല്ലേ, എല്ലാവർക്കും മീതുള്ള ആളാണ്. അങ്ങനത്തെ ഈശ്വരോട് പറയുകയാണ്. അത് ഭഗവതി ശുഭഹേതുവാണ്, എല്ലാവർക്കും ശുഭം നൽകുന്ന, പിന്നെ ശുഭത്തിന് കാരണമായവളാണ്. ആണല്ലോ ഭദ്ര എന്നൊക്കെ പേരുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇതിലെന്താ പറഞ്ഞത് വെച്ചാൽ, ദേവന്മാരാൽ അവരുടെ അഭീഷ്ടം സാധിക്കുന്നതിന് വേണ്ടി ഇന്ദ്രനും അഗ്നിയും വായുവും ചന്ദ്രനും ബ്രഹ്മാവ് എന്നിവരാൽ ഏതു ദേവിയാണോ സ്തുതിക്കപ്പെട്ടത്, ഇപ്രകാരം സ്തുതിക്കപ്പെട്ടത്, ആ ദേവി ഞങ്ങൾക്ക് മംഗളങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള ഈ ആപത്തുകളെ മുഴുവൻ അകറ്റുകയും ചെയ്യണേ ഈശ്വരി എന്നാണ് ഇതിൽ പറഞ്ഞത്. യാ സംസ്തുതാ പൂർവമഭീഷ്ട സംശയാൽ തഥാ സൂര്യേന്ദ്രിയാജ്ഞനിലേന്ദുവേദസൈ കരോതു സാന ശുഭഹേതുരീശ്വരീ ശുഭാനി ഭദ്രണ്യഭിഹന്തു ചാപദ. ശരിക്കും എല്ലാ ദേവന്മാരും, ദേവേന്ദ്രൻ എല്ലാ ദേവന്മാരെയും കൂട്ടി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ബ്രഹ്മാവും എല്ലാ ദേവന്മാരും കൂടി പോയിട്ടാണ് സ്തുതിച്ചത്. പക്ഷെ ഇതിലിപ്പോൾ പ്രധാനമായിട്ടുള്ള ഇന്ദ്രനെ, അഗ്നിയെ, വായു, ചന്ദ്രനെ, ബ്രഹ്മാവിനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാ ദേവന്മാരും കൂടി സ്തുതിച്ചത് തന്നെയാണ്. ആ ദേവി ഞങ്ങൾക്ക് മേലിൽ മംഗളങ്ങൾ തരട്ടെ, ഇനിയും മംഗളങ്ങൾ തരട്ടെ, മാത്രമല്ല ഇപ്പം ഞങ്ങൾക്ക് വന്ന ആപത്തുനിന്ന് ഞങ്ങളെ കരകയറ്റട്ടെ എന്ന്. ഇപ്പോൾ നോക്കട്ടെ, അത് വായിച്ചു അല്ലേ. ഇനി ഒന്നും കൂടി ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. പറ്റും, ഒന്നും കൂടി ചെയ്യാം. 31 കൂടി. യാ സാമ്പ്രതം ചോദ്ധദൈത്യതാപിതൈരസ്മാഭിരീശാചസുരൈർനമസ്യതേ കരോതു സാന ശുഭഹേതുരീശ്വരീ ശുഭാനി ഭദ്രണ്യഭിഹന്തു ചാപദ. എന്താണപ്പോൾ അത് പറയുന്നത്? സാമ്പ്രതം ഇപ്പോൾ ഉദ്ധത ദൈത്യതാപിതൈഹി എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ബലവും അഹങ്കാരവും ഉള്ള ദൈത്യന്മാരാൽ പിന്നെ ഉപദ്രവിക്കപ്പെട്ട, താപിതൈ പറഞ്ഞുല്ലോ, ഉദ്ധത ദൈത്യതാപിത. ഉദ്ധതന്മാരെ പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരികളും ബലമുള്ളവർ കേട്ടോ. നല്ല ബലവും അഹങ്കാരമുള്ള ദൈത്യന്മാരാൽ താപിതൈഹി പീഡിപ്പിക്കപ്പെടുന്ന ദേവന്മാരായ അസ്മാഭിഹി ഈശ, അതായത് ഞങ്ങളാലും ബ്രഹ്മാവിനാലും, ഞങ്ങളുടെ നേതാവായിട്ടുള്ള ബ്രഹ്മാവിനാലും നമസ്കരിക്കപ്പെടുകയും, അതായത് ഈശാച്ചായ നമസ്യതേച്ച, നമസ്കരിക്കപ്പെടുകയും സ്തുതിക്കും ചെയ്തുല്ലോ, കീർത്തിക്കപ്പെടുകയും ചെയ്യുന്നത് ആരോ, ആ സ നഹ ഭദ്രാണി ശുഭാനി കരതു, ആ ദേവി ഞങ്ങൾക്ക് എന്നും മംഗളങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെയോ ആദി ആപദഹ അഭിഹന്തൂച്ച, കഴിഞ്ഞ ശ്ലോകത്തിലെ പോലെ തന്നെ ഇപ്പം ഞങ്ങൾ കടന്നു പോകുന്ന ഈ ആപത്തുനിന്ന് ഞങ്ങളെ അകറ്റുകയും ചെയ്യട്ടെ. ശുഭഹേതുഹു, അതായത് എല്ലാ ശോഭന കാര്യങ്ങൾക്കും എല്ലാ മംഗളകാര്യങ്ങൾക്കും കാരണഭൂതയാണ് ഭഗവതി. അങ്ങനത്തെ ദേവി ഈശ്വരി ഞങ്ങളെ അനുഗ്രഹിക്കണേ. അതാണ് ഇതിൽ പറഞ്ഞത്. അസല് ഇതൊക്കെ വളരെ നല്ല പിന്നെ എന്താണ്
സ്തുതി ശ്ലോകങ്ങളാണ്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞത്, ഈ പിന്നെന്താണ് വലിയ ബലവാന്മാരായിട്ടുള്ള, ഇപ്പോൾ ബലവാന്മാരായിട്ടുള്ള പിന്നെ എന്താണ് അഹങ്കാരികളായിട്ടുള്ള ദൈത്യന്മാരാൽ പീഡിപ്പിക്കുക അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ആ ദേവന്മാരായ ഞങ്ങളെയാണല്ലോ ബുദ്ധിമുട്ടിക്കണേ. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ദേവന്മാരായ ഞങ്ങളാലും, ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ നാഥനായിട്ടുള്ള ലീഡറാണല്ലോ ബ്രഹ്മാവിനാലും നമസ്കരിക്കുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്ന ദേവി ഏതാണോ ആ ദേവി ഞങ്ങൾക്ക് ശുഭം അരുളട്ടെ. പിന്നെയോ ആപദഹ അഭിഹന്തുച്ച, ഇപ്പം ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഈ ആപത്തിനെ അകറ്റട്ടെ. കാരണം ദേവി ശുഭഹേതുവാണല്ലോ, എല്ലാ ശുഭങ്ങളുടെയും പിന്നിലുള്ള ശക്തി ഭഗവതിയാണല്ലോ, ഈശ്വരി. അങ്ങനത്തെ ശുഭഹേതുരി ഈശ്വരി, ഞങ്ങളെ ഈ വന്ന ആപത്തിന് രക്ഷിക്കണേ, ഇനിമേലും ഞങ്ങൾക്ക് മംഗളങ്ങൾ നൽകണേ. അതാണ് ഞങ്ങളാൽ സ്തുതിക്കപ്പെട്ട ദേവി എന്ന് പറയണം കേട്ടോ. ഞങ്ങളാൽ എല്ലാവരാലും ദൈത്യന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട് ഞങ്ങൾ സ്തുതിച്ചുല്ലോ, ആ സ്തുതിക്കപ്പെട്ട ദേവി ഞങ്ങൾക്ക് മംഗളങ്ങളരുണം. ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന ആപത്തുനിന്ന് ഞങ്ങളെ അകറ്റുകയും ചെയ്യണേ. എല്ലാ മംഗളങ്ങൾക്കും കാരണഭൂതയായിട്ടുള്ള ഹേ ദേവി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ 31 കൂടി വായിച്ച് നമുക്കിന്ന് നിർത്താട്ടോ. യാ സാമ്പ്രതം ചോദ്ധത ദൈത്യതാപിതൈരസ്മാഭിരീശാ ച സുരൈർ നമസ്യതേ കരോതു സാന ശുഭഹേതുരീശ്വരീ ശുഭാനി ഭദ്രാണ്യഭിഹന്തു ചാപദ. ശുഭഹേതുരീശ്വരി എന്നാണ് വിളിക്കുന്നത്. അതായത് എല്ലാ ശുഭങ്ങളുടെയും പിന്നിലുള്ള ശക്തിയായിട്ടുള്ള ഈശ്വരി ഞങ്ങൾക്ക് ശുഭങ്ങളും മംഗളങ്ങൾ മാത്രം തരണേ, ഞങ്ങളിപ്പോൾ പെട്ടിട്ടുള്ള ആപത്തുനിന്ന് അകറ്റണേ. വളരെ നല്ലതാണല്ലേ. അപ്പം നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.